ഒരു ദേവതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും ഉപാസനയാവാം, സേവയാവാം, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് മുടങ്ങാതെ ജപിക്കുന്ന ഒരു ചാൻറ്റിങ് പ്രൊസീജിയർ ആവാം. വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാത്തിനും പ്രോപ്പറായ റിസൾട്ടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതുമായ പല റിസൾട്ടുകളും ആ ചാൻറ്റ് ചെയ്യുന്ന വ്യക്തിയിൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഉപാസന എടുത്ത് ചെയ്യുന്ന, വ്രതമെടുത്ത് ചെയ്യുന്ന ആൾക്കാരിൽ കാണാൻ സാധിക്കും. ഈ മാറ്റങ്ങൾ 2 വിധത്തിലാണ്. ഒന്ന്, മെഷർ ചെയ്യാൻ പറ്റാത്തത്, ഇന്റേണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ്. നിങ്ങൾക്കതിനെ അളക്കാൻ സാധിക്കില്ല. ഇപ്പം എനിക്ക് ഇത്ര മാറ്റം വന്നു, ഇത്രയും എനിക്ക് ചേഞ്ചസ് വന്നു, എനിക്ക് ഇതൊക്കെയാണ് ഇമ്പ്രൂവ്മെൻ്റ് വന്നതെന്ന് പറയാൻ സാധിക്കില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ക്യാരക്ടറിലും എനർജിയിലൊക്കെ കാര്യമായ വ്യത്യാസങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. രണ്ടാമത്തേത് ടോട്ടലി മെഷറബിൾ ആണ്. ഇവിടെ സംഭവിക്കുന്നത് മറ്റൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ കണക്ഷൻ സ്ഥാപിക്കില്ലേ, മറ്റൊരു മനുഷ്യനായിട്ട് നമ്മൾ എങ്ങനെയാണോ ബന്ധം സ്ഥാപിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ഇഷ്ടദേവതയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. ഇത് മെഷർ ചെയ്യാൻ സാധിക്കും. ചില സയൻസിലൂടെ ഈ സംഭവം ശരിക്കും അവിടെ ഉണ്ടോ അതോ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്, ഇമാജിനേഷനിലൂടെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഫേക്ക് ചെയ്യാറുണ്ട്. മെൻ്റലി വളരെ നല്ലതാണ് കേൾക്കാനും ആ തരത്തിൽ ആലോചിക്കാനും. പക്ഷെ റിയലി അവിടെ ഉണ്ടെങ്കിലാണല്ലോ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു കണക്ഷൻ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടദേവതയുമായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള 3 സൈൻസ്. ഫസ്റ്റ് സൈൻ, യു സ്റ്റോപ്പ് ബോദറിങ് അബൌട്ട് റിലീജിയസ് നോയ്സ്. അതായത് മതത്തിൻ്റെ ശബ്ദങ്ങൾ, മതത്തിൻ്റെ അനാവശ്യമായിട്ടുള്ള അൺനെസസറി നോയ്സ്, അത് നിങ്ങൾ ഒഴിവാക്കാൻ ആരംഭിക്കും. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു ദേവത, ആ ദേവതയെ ആരാധിക്കാനുള്ള പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റത്തിൻ്റെ കീഴിലാണ് വരുന്നത്. മന്ത്രം എടുത്ത് ചാൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളിൽ തെറ്റ് വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ബീജമന്ത്രങ്ങൾ ദീക്ഷപ്രകാരമുള്ളതാണ്. നാമമന്ത്രങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള സഹസ്രനാമം അതുപോലത്തെ കാര്യങ്ങൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റ് വരുത്താനുള്ള സാധ്യത വളരെ വളരെ മിനിമലാണ്. അതിനും പ്രോപ്പറായിട്ടുള്ള സാധന റിസൾട്ടുകൾ ഉണ്ടാവും. അല്ലാതെ ബീജമന്ത്രം എടുത്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊന്നും സംഭവിക്കൂ എന്നല്ല. ഏതൊരു മന്ത്രവും പ്രോപ്പറായിട്ട് എടുത്ത് ചെയ്താൽ വർക്കാവും. ബീജമന്ത്രത്തിന് ദീക്ഷ വേണം, നാമമന്ത്രത്തിന് വേണ്ട. അതാണ് ഡിഫറൻസ്. ഇവിടെ പറ്റുന്നൊരു തെറ്റ്, ഈ സിസ്റ്റത്തിനൊപ്പം, ഈ പ്രാക്ടീസിനൊപ്പം ആൾക്കാർ പലതരത്തിലുള്ള കഥകൾ പറയും. ഇതാണ് റിലീജിയസ് നോയ്സ് എന്ന് പറയുന്നത്. ഇപ്പം മതം എന്ന സാധനം ആദ്യം ഉണ്ടായപ്പോൾ അത് ടോട്ടലി വെർബലായിട്ടാണ് ട്രാൻസ്മിറ്റ് ആയിക്കൊണ്ടിരുന്നത്. എഴുതി വെച്ചത് അതവിടെ ഇരിക്കട്ടെ. അല്ലാതെ ഒരു മൗത്ത് ബൈ മൗത്ത് എന്ന് പറയും, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സംഭാഷണത്തിലൂടെയാണ് ഇത് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഫാമിലിയെ തന്നെ എടുത്തു നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടദേവതയെക്കുറിച്ച് ഫാമിലി സംസാരിക്കുന്ന രീതി, ഒരാൾ ഒരു കഥ പറഞ്ഞു, ആ കഥ തന്നെ വേറൊരാൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു, ഇൻ്റർനെറ്റിൽ ഒരാൾ വേറെ രീതിയിൽ പറഞ്ഞു. ഇനി ആ ദേവതയെക്കുറിച്ച് കേൾക്കാത്ത കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോസ് വരുമ്പോൾ ഓരോരുത്തർക്ക് വരുന്ന ഓരോരോ എക്സ്പീരിയൻസുകൾ, അത് എത്ര ഫേക്ക് ആണെന്ന് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിന് ചുറ്റുമുണ്ട്. ഇതാണ് റിലീജിയസ് നോയ്സ് എന്ന് പറയുന്നത്. ശിവൻ എന്നെടുത്താൽ, കൃഷ്ണൻ എന്നെടുത്താൽ അവർക്ക് ഒരുപാട് കഥകളുണ്ടാവും, പണ്ടത്തെ കഥകൾ. ആ കഥകളെക്കുറിച്ച് പലരുടെയും അഭിപ്രായങ്ങൾ, ഇന്നത്തെ കാലത്ത് ആ കഥകളെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കുന്ന ഒരുപാട് ഫേക്ക് സ്റ്റോറീസ്. ഇതെല്ലാം കൂടെ നിങ്ങൾ ബ്രെയിനിലേക്ക് കയറിക്കൊണ്ടിരുന്നാൽ തിയറട്ടിക്കലി എന്താണ് കൃഷ്ണൻ, അല്ലെങ്കിൽ എന്താണ് ശിവൻ, അല്ലെങ്കിൽ ഇനി ബുദ്ധിസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ ഡയറ്റുകൾ, അതെന്താണ് എന്നുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നല്ല രീതിയിൽ കളങ്കപ്പെടും, കൺഫ്യൂസ്ഡ് ആവും. ഇതിലേതാണ് ശരി തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ആ ഡയറ്റുമായിട്ട് കറക്റ്റ് കണക്ഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ കണക്ഷൻ ജെനുവിൻ ആണെങ്കിൽ, അത് മെല്ലെ മെല്ലെ ഫോമായി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോയ്സുകൾ തന്നെ ഉള്ളിൽ നിന്ന് പോകുന്നത് കാണാൻ സാധിക്കും. ചെറുപ്പത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിച്ചു, ഒരു ഡയറ്റയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു തിയറിയെക്കുറിച്ചോ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിച്ചു, റിലീജിയസ് നോയ്സ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ബോണ്ട് കൂടുന്തോറും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇത് മുഴുവൻ തെറ്റായിരുന്നു, ഇതൊരിക്കലും ശരിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം എന്തോ എനിക്കിത് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇൻറ്റ്യൂട്ടീവ് ആണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ കറക്റ്റായിട്ടും ഇൻറ്റ്യൂട്ടീവായിട്ട് ഇത് തെറ്റാണ്. ശിവനെക്കുറിച്ചൊരു കഥ കേൾക്കുന്നു, നോ, ഇത് ശരിയാവാൻ ചാൻസ് ഇല്ല. ഈഗോയിസ്റ്റിക് അല്ല പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യാണ്, ഇതങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അതുപോലെ റീസെൻ്റ് ആയിട്ട് വരുന്ന പല പോഡ്കാസ്റ്റിൽ വന്ന് ഇൻ്റർവ്യൂവിൽ വന്ന് ഓരോരുത്തർ ഓരോ തള്ളു പറയുന്നു. കേട്ട ഉടനെ നോ, ദിസ് ഇസ് ടോട്ടൽ സ്റ്റുപ്പിഡിറ്റി, നിങ്ങൾ തിരിച്ചറിയാണ്, ഇങ്ങനെയല്ല ഈ ഡയറ്റ് വർക്കാവുക, ഇങ്ങനെയല്ല അത് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റ്യൂട്ടീവ് ഇൻറ്റേർണൽ നോയിങ് നിങ്ങൾക്കുണ്ടാവും.
കാരണം ഇവിടെ ദേവത നിങ്ങളോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ കുറിച്ച് ഒരാൾ ഗോസിപ്പ് പറയുമ്പോൾ നോ അവൻ അങ്ങനെയല്ല അല്ലെങ്കിൽ അവൾ അങ്ങനെയല്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരെക്കാളും ഒരു ബോണ്ടിങ് നമ്മൾക്ക് ആ വ്യക്തിയായിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് പരിചയം പോലും ഉണ്ടാവില്ല, നമ്മൾക്ക് നല്ല പരിചയമുണ്ട്. മാത്രമല്ല 10-20 വർഷത്തിൻ്റെ ഒരു ക്ലോസ് ബോണ്ടിങ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. എന്ത് ഗോസിപ്പ് വന്നാലും അവരത് ചെയ്യോ ചെയ്യില്ലേ. റയർ സിറ്റുവേഷനിൽ മാത്രമേ അത് തെറ്റിപ്പോകാറുള്ളൂ. അല്ലാത്ത എല്ലാ സമയത്തും അത് അത്രയും ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ, ക്ലോസ് റിലേഷൻ ആണെങ്കിൽ നമ്മൾക്കറിയാം അവർ ചെയ്യോ അവർ ചെയ്യില്ലേ. ഇതേപോലെ തന്നെയാണ് ഡയറ്റയുടെ കാര്യം. പുറത്ത് എന്ത് നോയ്സ് വന്നാലും, പുറത്ത് എന്ത് വിഡ്ഢിത്തങ്ങൾ ഓരോരുത്തർ പറഞ്ഞാലും, ഇനി പുരാണത്തിലെ കഥകൾ തന്നെ പലരും അവരുടെ ഇഷ്ടത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്താലും, പുതിയ പുതിയ റിലീജിയസ് തിയറികൾ വന്നാലും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉടനെ പറയാൻ സാധിക്കും ഇത് തെറ്റാണ്. ഒരു ക്ലോസ് ഫ്രണ്ടിനെ പോലെ ആ ദേവത നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. ആ പ്രസൻസ് കാരണം നിങ്ങൾക്ക് അവരെ ഇൻറ്റേർണലി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി അവർ ശരിക്കും അങ്ങനെയാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് കാണിച്ചെന്ന് ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല, പക്ഷേ ഇൻറ്റേർണലി ഇത് ശരിയാണ്. ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സൈൻ. രണ്ടാമതായിട്ട് സംഭവിക്കുന്നത് കണക്ഷൻ കുറച്ചുകൂടെ പേഴ്സണൽ ആവും. എന്താണ് ഈ പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ഡയറ്റി ആയിട്ട് ജനറൽ കണക്ഷൻ വയ്ക്കാം, പേഴ്സണൽ കണക്ഷൻ വയ്ക്കാം. ഒരു അമ്പലത്തിലേക്ക് പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് പറയുന്നു. അവിടെ ഒരു സർഫസ് ലെവൽ ഭക്തിയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു ഭയങ്കര ഭക്തനാണ് ഞാൻ എന്നൊക്കെ വിചാരിക്കും. ഇപ്പം ഞാൻ പറയുന്നത് പലരുടെ ഈഗോ കൊള്ളാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഫൈൻ. സത്യമല്ലേ പറയുന്നത്? ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ വിചാരിക്കും വലിയ സംഭവമാണ്, ഞാൻ ഭയങ്കര ക്ലോസ് ആണ് എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ജനറലി അത് സർഫസ് ലെവലിലാണ്. ജീവിതത്തിൽ ചലഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഈഗോ കയറി വന്ന് പേടിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ദേവതയെ അത്രയും വിശ്വാസമാണെങ്കിൽ നിങ്ങൾ പേടിക്കില്ല. ലൈഫിൽ വരുന്ന വെല്ലുവിളികൾ ഒരിക്കലും നിങ്ങൾ കണ്ട് പേടിക്കില്ല. ആ മൊമെൻറ്റിൽ ടെൻഷൻ വന്നാലും ഞാനത് ഡീൽ ചെയ്തോളാം എന്നൊരു കോൺഫിഡൻസ് ഇൻറ്റേർണലി ഉണ്ടാവും. ഇതാണ് യഥാർത്ഥ കണക്ഷൻ. അല്ലാതെ നമ്മൾക്ക് ഒരുപാട് ദൈവങ്ങളുടെ അമ്പലത്തിൽ പോകുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നമ്മൾ റോബോട്ടിക്കായിട്ട് പല മന്ത്രങ്ങളുണ്ടാവില്ലേ, തനിയെ നമ്മുടെ വായിൽ വരുന്നു, ചൊല്ലുന്നു. പക്ഷെ ഒരു ലൈഫിൽ പ്രത്യേക സിറ്റുവേഷൻസ് വരുമ്പോൾ, ചലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു, ഈഗോയിസ്റ്റിക് ആവുന്നു, പല സൊല്യൂഷൻ തേടുന്നു. അവിടെ ഡയറ്റി എന്ന് പറഞ്ഞ സാധനം പോലും മൈൻഡിൽ വരില്ല. ആദ്യം വരുന്നത് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഡയറ്റി ഉണ്ട്, ഇതെന്തോ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ്, ലെറ്റ് മീ സി എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കില്ല. അതാണ് ഡിഫറൻസ്. സോ വെൻ ദ കണക്ഷൻ ഗെറ്റ്സ് വെരി ഡീപ്പ്, നല്ല രീതിക്ക് ആ കണക്ഷൻ ക്ലോസ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ജനറൽ എന്നത് മാറിയിട്ട് പേഴ്സണലായിട്ട് മാറും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുരാണത്തിൽ ഒരു ഡയറ്റി ഇങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് വളരെ ജനറലാണ്. എഗെയിൻ ഞാൻ പറയാണ്, വളരെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സർഫസ് ലെവലിൽ ഡയറ്റി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു ദേവത അവരുടെ എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഡയറ്റി ഒരു വ്യക്തിയുമായിട്ട് ക്ലോസ് ആകുമ്പോൾ അവരുടെ ബിഹേവിയറിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ അപ്രോച്ചുകളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലാക്കി വയ്ക്കുക. ഒന്നുകൂടെ ആ ക്ലോസ് ഫ്രണ്ടിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ക്യാരക്ടറാണ്, അല്ലെ, ഒരു ബിഹേവിയറാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള വൾണറബിലിറ്റിയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കും. പക്ഷെ ആ ഫ്രണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ, ഒരു ഒഫീഷ്യൽ സെറ്റിങ്ങിലേക്ക് പോകുമ്പോൾ, പ്രൊഫഷണൽ കാര്യത്തിലേക്ക് പോകുമ്പോൾ അവരെങ്ങനെ പെരുമാറില്ല. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവും, അവരുടെ ബിഹേവിയർ ടോട്ടലി മാറും. ബട്ട് മറ്റൊരു സ്ഥലത്താണെങ്കിൽ അത് ടോട്ടലി വേറെ സൈഡായിരിക്കും. ഇതേ തന്നെയാണ് ദേവതയുടെ കാര്യം. എത്ര ജെനുവിൻ ഭക്തർ അവർക്കുണ്ടോ അത്രയും ക്യാരക്ടേഴ്സ് ദേവതകൾക്കുണ്ട്. പലരും ആക്സെപ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഉടനെ ചോദിക്കും ഏത് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നോ, അങ്ങനെയല്ല നോക്കേണ്ടത്. ഓക്കെ, എക്സ്പീരിയൻസ് വൈസ് ആണ് ഈ സ്പിരിച്വാലിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ കുറവുകൾ എന്താണ്, നിങ്ങൾ എന്തൊക്കെ ലൈഫ് ലെസൺ പഠിക്കാനുണ്ട്, എത്ര കാർമിക് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ദേവതയുടെ ക്യാരക്ടർ. അവരങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ വളരുന്നതനുസരിച്ച് അവരുടെ ക്യാരക്ടറിൽ മാറ്റം ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ. ആ റിയൽ കണക്ഷൻ ഫോം ചെയ്ത ആൾക്കാർക്കേ തിരിച്ചറിയുള്ളൂ. ആദ്യം അവരുടെ ബിഹേവിയർ പേഴ്സണലാണ്. അതാദ്യം ഒരു രീതിയിലായിരിക്കും. പിന്നീട് നിങ്ങൾ
ഡീപ്പറായിട്ട് വളർന്നു വരുമ്പോൾ അവരുടെ ക്യാരക്ടറിൽ മാറ്റമുണ്ടാവും. അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റമുണ്ടാവും. ലൈഫിൽ അവർ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ ലൈഫിൽ ഇടപെടുന്ന രീതിയിലും മാറ്റങ്ങളുണ്ടാവും. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. എഗെയിൻ കോൺഷ്യസ്ലി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ ഓർത്ത് നോക്കുമ്പോൾ തനിയെ മൈൻഡിൽ ക്ലിക്കാവും, ഇത് ശരിയാണെന്നുള്ളത്. മറ്റൊരു പേഴ്സണെ പോലെ തന്നെ ദേവതകൾക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അത് ദേവതയായിട്ട് നിൽക്കുന്നത്. ബ്രഹ്മം എന്ന് വിളിക്കാതെ ദേവത എന്ന് വിളിക്കാനുള്ള റീസൺ അതാണ്. അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ ബ്രഹ്മൻ. Okay, so second point is this: they get very very personal with you. Third point, which is a big guarantee, നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടിയാണ്, അവർ നിങ്ങളെ ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള സാധന പദ്ധതിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ആദ്യം ഈ ഭക്തിമാർഗം ആരംഭിച്ചത് ചെറിയൊരു മന്ത്രം വെച്ചിട്ടായിരിക്കും, സിമ്പിളായിട്ടുള്ള ജപങ്ങൾ ഉപയോഗിച്ചായിരിക്കും. അത് പ്രോപ്പർ ആണെങ്കിൽ, ഈ പറഞ്ഞ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള വലിയ വലിയ ഒറിജിനൽ സാധന പദ്ധതിയിലേക്ക് കൊണ്ടുപോകും. ജസ്റ്റ് ഒരു ജപം എന്നത് മാറ്റിയിട്ട് സിസ്റ്റമാറ്റിക്കായി കറക്റ്റായി, ഇപ്പോൾ യോഗ പാത്തൊക്കെ അങ്ങനെയാണ്, അതിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നിങ്ങളെ വളർത്തും. ഒരിക്കലും അതേ സ്ഥാനത്ത് നിർത്തില്ല. ലൈക്ക് ഇമോഷണലി കിടന്ന് കളിക്കാതെ സിസ്റ്റമാറ്റിക്കായിട്ടും ഈ ഒരാൾ വളരണം എന്നവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത്. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇമോഷണലി ഒരു ട്രാപ്പിൽ അവിടെ ഇരിക്കാം, അല്ലേ? എൻ്റെ ഭഗവാൻ എന്നെ നോക്കിക്കോളും, എൻ്റെ ഈശ്വരൻ എനിക്ക് വേണ്ടതൊക്കെ തരും, ആ ഒരു ഇമോഷൻ ടച്ച് കൊടുത്തിട്ട് ഭക്തിയോഗയുടെ ഏറ്റവും സർഫസ് ലെവലിൽ നിൽക്കാം. അല്ലെങ്കിൽ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന സ്റ്റേജായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വളർന്ന് 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 ആ കണക്ഷൻ ഡീപ്പണായി ദെൻ ഭക്തനും ഭഗവാനും വ്യത്യാസമില്ലാത്ത പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. തത്വമസി. ഇത് സാധ്യമാക്കാനുള്ള ഒരേ ഒരു വഴിയാണ് നിങ്ങളെ കറക്റ്റായിട്ടുള്ള സാധന പദ്ധതിയിലേക്ക് കൊണ്ടുപോകാന്നുള്ളത്. അതെല്ലാ ദേവതകളും ചെയ്യുന്ന കാര്യമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട്സ് യുവർ റിലീജിയൻ. ഹിന്ദുവിസം തന്നെ ആവണമെന്നൊന്നുമില്ല, എല്ലാ ദേവതകളും ഇത് ചെയ്യാറുണ്ട്. ഒരു സിമ്പിൾ പോയിന്റിൽ നിന്നും ഹയസ്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന രീതി. ഓക്കെ, ഇവിടെ മുതലാണ് ആക്ച്വലി ഈ ഹയസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റൊരു പേഴ്സൻ്റെ സഹായമില്ലാതെ, ഒരു ഗുരുവിൻ്റെയോ ടീച്ചറിൻ്റെയോ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എല്ലാ സംഭവങ്ങളും മനസ്സിലാവുന്നത്. വേദങ്ങളും ഉപനിഷത്തുകളും അതൊന്നും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ എസൻസ് മുഴുവൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആദിശങ്കരാചാര്യ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അദ്ദേഹത്തിനൊരു ഗുരു ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിനുശേഷം അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളുണ്ട്, ഒരുപാട് ലേണിങ്സ് ഉണ്ട്. അതൊന്നും ഒരു വ്യക്തി വന്ന്, ഒരു ഗുരു വന്ന് അദ്ദേഹത്തിന് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തതല്ല, ദേവതകൾ ഡയറക്റ്റായിട്ട് കൊടുത്തതാണ്, എസ്പെഷ്യലി ദേവി. ഇത് നടക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പേഴ്സണൽ കണക്ഷൻ അതിന് ഡീപ്പ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കണം. നിങ്ങൾ വളരെ അത്യാവശ്യമാണെന്ന് ആ ദേവതയ്ക്ക് തോന്നണം. ഓക്കെ, സോ ദീസ് ആർ ദ 3 സൈൻസ്. ഇത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറഞ്ഞത്, സൂപ്പർഫിഷ്യൽ അല്ല, ഇമാജിനേറ്റീവ് അല്ല, ഒന്നുമല്ല. റിയലിസ്റ്റിക് ആയിട്ട് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന 3 പോയിന്റുകളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ 3 പോയിന്റ് വെച്ച് കമ്പയർ ചെയ്യുക. ശരിക്കും നിങ്ങൾ കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ഈ പോയിന്റുകൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോലും ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ.